ഹായ് മക്കളെ, 2025 ജെയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുകയാണെന്ന് എനിക്കറിയാം അല്ലേ. ജനുവരിയിലാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ എക്സാം ഉണ്ടാവുക, ഫസ്റ്റ് ഫേസ് എക്സാം ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5 മാസത്തോളം സമയം നമ്മുടെ മുന്നിൽ ഇപ്പോഴും ബാക്കി കിടക്കുന്നു. 5 മാസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല, എന്നാൽ അത് ആവശ്യത്തിലധികമല്ല. ഇപ്പം നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ജനുവരിയിൽ അവസാനിപ്പിക്കാവുന്ന സമയം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്ത് മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൃത്യമായ പ്ലാനോട് കൂടിയൊക്കെ മുന്നോട്ട് പോകേണ്ടി വരും എന്ന് മാത്രം. അപ്പം ഇപ്പോഴും ക്ലാസ്സുകളൊക്കെ ആരംഭിച്ച് ഇപ്പോഴും ഒരു 3 മാസത്തോളം നമ്മൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് മക്കൾ, പ്രത്യേകിച്ചും ഓൺലൈനായി റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ചോദിക്കാറുണ്ട്, ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ മതിയോ, സെൽഫ് പ്രിപ്പറേഷൻ വേണോ? അങ്ങനെ സെൽഫ് പ്രിപ്പറേഷൻ വേണമെങ്കിൽ എത്ര സമയം ഓരോ ദിവസവും സെൽഫ് പ്രിപ്പറേഷൻ വേണ്ടി മാറ്റി വെക്കണം, ഓരോ സബ്ജക്റ്റിനും എത്ര സമയം മാറ്റി വെക്കണം, ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ ഇപ്പോഴും കുറേ ആളുകൾക്ക് സംശയങ്ങളുണ്ട്. അപ്പോൾ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ സ്ഥിരം കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത്, നിങ്ങളുടെ ചിന്ത എന്താണ് എന്നുള്ളത്. അപ്പോൾ പ്രധാനമായും സംസാരിക്കാനുള്ളത് ഓൺലൈനായി, ഇപ്പോൾ സൈലത്തിന്റെ ധീര ബാച്ചിൽ ഉൾപ്പെടെയുള്ള ഓൺലൈനായി ജെയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളോടാണ് പ്രധാനമായും കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. നിങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇപ്പോഴും ഒരു സംശയത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. കാരണം നമ്മളൊരു ഓഫ്ലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിന്റെ ഭാഗമാണെങ്കിൽ നമുക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ, അതനുസരിച്ച് മുന്നോട്ട് പോകും. പക്ഷെ ഓൺലൈൻ അങ്ങനെയല്ല, നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ധീര റിപ്പീറ്റേഴ്സിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, സപ്പോസ് രാവിലെ ഒരു 6 മണിക്കാണ് നിങ്ങൾ എണീക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ അതിലും നേരത്തെ എണീക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഞാനൊരു ഏകദേശ കാര്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. രാവിലെ ഒരു 6 മണിക്ക് നിങ്ങൾ എണീക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 9:30-ക്കാണ്. ഇപ്പോൾ 6 മണി മുതൽ 7 മണി വരെ നിങ്ങൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ നടത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 7 മണിയോടുകൂടി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചിരിക്കണം. ബാക്കി അതായത് 7 മണി മുതൽ 9:30 മണി വരെ 2.5 മണിക്കൂർ സമയം നമുക്കുണ്ട്. ആ 2.5 മണിക്കൂർ സമയം തലേന്ന് നിങ്ങൾക്ക് കിട്ടിയ ക്ലാസ്സുകളുടെ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ റിവിഷനൊക്കെ കഴിഞ്ഞ് 9:30-ക്ക് നമ്മുടെ ആദ്യത്തെ സെഷൻ തുടങ്ങും അല്ലേ. ഡെയിലി നമുക്ക് 3 സെഷൻസ് ആണ് ഉണ്ടാകുക. ഫിസിക്സിന് 1.5 മണിക്കൂർ, കെമിസ്ട്രിക്ക് 1.5 മണിക്കൂർ, മാത്സിന് 2 മുതൽ 2.5 മണിക്കൂർ വരെയുള്ള സമയം. ഇതാണ് നമ്മുടെ 3 സെഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 9:30-ക്ക് നമ്മുടെ ആദ്യത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11 മണിയോടുകൂടി ഫസ്റ്റ് സെഷൻ അവസാനിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. 11:30-ക്കാണ് രണ്ടാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. 11:30-ക്ക് സെക്കൻഡ് സെഷൻ തുടങ്ങി 1 മണിയോടുകൂടി സെക്കൻഡ് സെഷൻ അവസാനിക്കും അല്ലേ. 2:30-ക്കാണ് നമ്മുടെ തേർഡ് സെഷൻ നോർമലി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ലഞ്ചൊക്കെ കഴിക്കാനും ചെറിയൊരു റിഫ്രഷ്മെന്റിനും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചെറിയ രീതിയിലുള്ള എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ആവാം. 2:30-ക്ക് നമ്മുടെ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്ത് 4:30 അല്ലെങ്കിൽ 5 മണി വരെ നമ്മുടെ തേർഡ് സെഷൻ ഉണ്ടാകും. മാത്സ് ആണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു സമയം കൊണ്ട് തീർന്നെന്ന് വരില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ സമയമൊക്കെ മാത്സിൽ ചിലപ്പോൾ എടുത്തെന്ന് വരാം. അപ്പോൾ ഒരു 5 മണിയോടുകൂടി എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആകുന്നുണ്ട്. 5 മണിയോടുകൂടി നമ്മുടെ ക്ലാസ്സുകളെല്ലാം അവസാനിക്കുന്നുണ്ട്. ഇനിയുള്ള സമയമാണ് ഏറ്റവും എഫക്റ്റീവായി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇനിയുള്ള സമയം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനനുസരിച്ചാണ് 2025-ലെ ജനുവരിയിൽ നടക്കാൻ പോകുന്ന ജെയിമിന്റെ ഫസ്റ്റ് ഫേസ് എക്സാമിൽ നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യും, എത്രത്തോളം പെർഫോം ചെയ്യും എന്ന് തീരുമാനിക്കുന്നത് ഇനിയുള്ള സമയമാണ്. മക്കളെ, 5 മണി മുതൽ 6 മണി വരെ നിങ്ങൾക്ക് റിഫ്രഷ്മെന്റോ ചായയോ സ്നാക്സോ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരാം. ഒരു 6 മണിയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. 6 മണി മുതൽ 11 മണി വരെ, കാരണം നമുക്ക് 11 മണി വരെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലും 11 മണിക്ക് നിങ്ങൾ കിടന്നു കഴിഞ്ഞാലും 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാനുള്ള സമയം നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ അല്ലേ. അപ്പോൾ 6 മണി മുതൽ 11 മണി വരെ, അതായത് 5 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതാണ് ഏറ്റവും വിലപ്പെട്ട സമയം എന്ന് പറയുന്നത്. ആ 5 മണിക്കൂറിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. 1.5 മണിക്കൂർ കെമിസ്ട്രിക്കും 1.5 മണിക്കൂർ ഫിസിക്സിനും ഉപയോഗിക്കുമ്പോൾ ബാക്കി 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് മാത്സിന് വേണ്ടി യൂസ് ചെയ്യാം. അതായത് ക്ലാസ്സുകളുടെ അതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും നമ്മുടെ സെൽഫ് പ്രിപ്പറേഷന്റെ സമയത്തെയും ഡിവൈഡ് ചെയ്യാം. ഇനി ഇതിൽ ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് എന്ന് ഞാൻ പറയില്ല, കാരണം അത് നിങ്ങളുടെ പ്രയോറിറ്റിയാണ്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ആദ്യം പഠിക്കാൻ ഇഷ്ടം അത് നിങ്ങൾക്ക് ആദ്യമേ പഠിച്ചു തുടങ്ങാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു 5 മിനിറ്റിന്റെ ഒരു കുഞ്ഞു ബ്രേക്ക് നിങ്ങൾ എടുക്കാം. ഓക്കെ, പുസ്തകങ്ങളിൽ നിന്നെല്ലാം, ടാബിൽ നിന്നും മൊബൈലിൽ നിന്നെല്ലാം കണ്ണെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നോക്കുക, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറുക. അതൊക്കെ ചെയ്തൊരു 5 മിനിറ്റിന് ശേഷം വീണ്ടും വന്നിരുന്ന് നിങ്ങൾ അടുത്ത സെഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ,
ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ബാക്കിയുള്ള ആളുകളൊന്നും അങ്ങനെ വളരെ വേഗത്തിൽ കയറി വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് പഠിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു പ്രൈവസി ഉള്ള ഒരു സ്ഥലത്തിരുന്ന് പഠിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡ് പഠനത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കും. മറ്റു കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി പോവില്ല. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞപ്പോൾ 1.5 മണിക്കൂർ കെമിസ്ട്രിക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കെമിസ്ട്രി ആയതുകൊണ്ട് ഞാൻ കെമിസ്ട്രിയുടെ കാര്യം പറയാം. 1.5 മണിക്കൂർ കെമിസ്ട്രിക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ ആ 1.5 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെ? ആ 1.5 മണിക്കൂർ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഒന്ന്, അന്ന് ക്ലാസ്സിലെടുത്ത ചോദ്യങ്ങൾ, സ്ലൈഡുകൾ നോക്കി ഒരു തവണ കൂടി ചെയ്തു നോക്കാം. എല്ലാ ചോദ്യങ്ങളും ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായി തോന്നിയ ചോദ്യങ്ങൾ മാത്രം ചെയ്തു നോക്കിയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം, അന്നെടുത്ത ടോപ്പിക്കിന്റെ NCERT വായിച്ചു നോക്കാം. ഓക്കെ, NCERT കൂടി വായിച്ച് വളരെ വേഗത്തിലൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. അത് സൈലത്തിന്റെ മെറ്റീരിയലിൽ നിന്നാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു സോഴ്സുകൾ ഉണ്ടെങ്കിൽ, മറ്റു ബുക്കുകൾ ഉണ്ടെങ്കിൽ ആ ബുക്കുകളിൽ നിന്നാകാം. എവിടെ നിന്നാണെങ്കിലും മിനിമം ഒരു 15 ചോദ്യങ്ങളെങ്കിലും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തത് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റുക. അത് ഫിസിക്സിലും അതുപോലെ തന്നെ ചെയ്യാം. മാത്സിൽ പിന്നെ നിങ്ങൾക്ക് അധികം തിയറി ഒന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ മാക്സിമം നമ്പർ ഓഫ് ചോദ്യങ്ങൾ, അതായത് 2 മണിക്കൂറാണ് നമ്മൾ മാത്സിന് മാറ്റി വെക്കുന്നത്. ആ 2 മണിക്കൂർ കൊണ്ട് എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എക്സ്ട്രാ, അത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തെടുത്ത് ഒരു 11 മണിയോടുകൂടി നമ്മുടെ സെൽഫ് പ്രിപ്പറേഷൻ അവസാനിക്കുകയും, അപ്പൊ അതിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് നമുക്ക് എന്തിനു വേണ്ടി വരും, ഡിന്നറിന് വേണ്ടി വരും. അപ്പൊ ഒരു ചെറിയ ബ്രേക്ക് നമ്മൾ ഡിന്നറിന് ഒരു 1/2 മണിക്കൂർ മാക്സിമം നമ്മൾ കൊടുക്കുക. 1/2 മണിക്കൂർ കൊണ്ട് ഡിന്നറൊക്കെ കഴിച്ച് ഇതിനിടയിൽ എപ്പോഴാണ് നിങ്ങൾ സാധാരണ കഴിക്കുന്ന സമയം, ആ സമയത്ത് കഴിച്ചാൽ മതി, കഴിക്കുക. എന്നിട്ട് വീണ്ടും പഠനം ആരംഭിക്കുക. അപ്പൊ ഈ രീതിയിൽ 6 മണി മുതൽ 11 മണി വരെയുള്ള സമയം നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. 11 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഉറങ്ങാനുള്ള കാര്യപരിപാടികളൊക്കെ നോക്കാം. 11:30 കൂടിയെങ്കിലും നിങ്ങൾ കിടന്നിരിക്കണം. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് നമുക്ക് എണീക്കാനുള്ളതാണ്. സോ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കാരണം നമുക്കറിയാം, ഹൈലി കോമ്പറ്റീറ്റീവ് ആയ ഒരു പരീക്ഷയിലേക്കാണ് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി പോകുന്നത്. 2025 ജനുവരിയിൽ നടക്കുന്ന ജെയുടെ ആദ്യ ഫേസ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർസെൻറ്റേജിലേക്ക് നമുക്ക് എത്തിപ്പെടണം. സോ ഗംഭീരമായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.